ഡോക്ടർക്ക് സുഖമില്ല. ഇന്ന് സൂക്കേടുകൾ ആരെയും പരിശോധിക്കുന്നില്ല. ഡോക്ടറുടെ സുഖക്കേട് അറിയാൻ വന്നവരാണ് ഞങ്ങൾ. MLA-യും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് രോഗം വന്നാലും നമ്മൾ വന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ സ്ഥല MLA ആണ്. ഇദ്ദേഹം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. ഇദ്ദേഹത്തെ സുഭാഷിന് മരിച്ച ദിവസം ആശുപത്രിയിൽ വെച്ച് കണ്ടു കാണുമല്ലോ. ഡോക്ടർ ഇരിക്കൂ. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇല്ല, അത് ശരിയല്ല. നാട്ടിലും പത്രങ്ങളിലും ഡോക്ടറെ പറ്റി കുറെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ കയറി വരുമ്പോ എന്തിനാണെന്ന് മനസ്സിലാവില്ലേ? ഇപ്പൊ മനസ്സിലായി. ബ്രദറും സുഭാഷിനുമായി പ്രേമത്തിലായിരുന്നോ? ആയിരുന്നു. അപ്പോ നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെല്ലാം ശരിയാണ്? ശരിയല്ല. എന്റെ സഹോദരൻ അമേരിക്കയ്ക്ക് പോയിട്ട് 5 മാസമായി. ശുഭയ്ക്ക് 3 മാസം ഗർഭമായിരുന്നു. 3 മാസം ഗർഭമേ ഉള്ളായിരുന്നെന്ന് ഇപ്പോ നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ? ഞാൻ സത്യം പറയുന്നു. അവൾക്ക് 3 മാസം ഗർഭമേ ഉള്ളായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇപ്പോ തെളിവൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? സൂപ്രണ്ടിനെ സ്വാധീനിച്ച് നിങ്ങളത് സാധിച്ചു. ഓ, പോസ്റ്റ്മോർട്ടത്തിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഡോക്ടർമാരെ തന്നെയല്ലേ നടത്തുന്നത്? പിന്നെ MLA-മാരെ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒക്കുമോ? നിങ്ങൾ മര്യാദയായിട്ട് സംസാരിക്കണം. ഒരു MLA-യോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സർ. തെറ്റായി ഒന്നും ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം സുഭാഷിണിയെ കൊന്നുവെന്നാണ്. ചിലരങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ചില പത്രങ്ങളും എഴുതി. എന്നെ അറിയാവുന്നവരോ ആശുപത്രിയിലുള്ളവരോ അങ്ങനെ വിശ്വസിക്കില്ല. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ജനഹിതമനുസരിച്ച് നമുക്ക് നീങ്ങാം. ശരി, നേരിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ജനങ്ങൾ പറയുന്നതിനെതിരായിട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വകുപ്പ് മന്ത്രിയെ ഞാനൊന്ന് കാണാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സസ്പെൻഷൻ ഓർഡർ അല്ലേ? ഞാൻ അറിഞ്ഞിട്ട് വരികയാണ്. രാഷ്ട്രീയക്കാർ ഇടപെട്ടതാണ്. നീ സമാധാനിക്കൂ. എൻക്വയറി വരുമല്ലോ. എന്റെ ജീവിതം നശിച്ചു സുമിത്രേ. തന്റെ ഇടമായിരിക്കണം. എൻക്വയറിക്ക് പുറമെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാവും. പക്ഷേ സത്യവും നീതിയും നിന്റെ ഭാഗത്താണ്. എനിക്ക് ഡ്യൂട്ടിയുണ്ട്. വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം. എന്താണ് വന്നത്? ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞു. അമ്മാവനോ ഞാനോ അതിന് ഉത്തരവാദിയല്ല. ആരാണ് ഉത്തരവാദിയെന്ന് ഞാൻ ചോദിച്ചില്ല. ഡോക്ടറുടെ പേരിൽ കേസ് കൊടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഗവൺമെന്റ് കേസെടുത്താൽ കക്ഷി എഴുതണമെന്നും പറയുന്നു. ആയിക്കോളൂ. അമ്മാവൻ ഡോക്ടറെ വിട്ടൊന്നും ചെയ്യുകയില്ല. അമ്മാവനെ ഡോക്ടർ ഒന്ന് സഹായിക്കണം. രൂപ തരണമെന്നാണോ? മറ്റാരും വരാനാ? അമ്മാവന് ശരീരസുഖമില്ല. ചികിത്സയ്ക്ക് രൂപ വേണം. വീട്ടുകാരോ നടക്കണം. 2000 രൂപ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇനി ഞാനൊരു പൈസ തരികില്ല. എടാ, അവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിക്കുമ്പം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് കൊലക്കേസാണ്. മരിച്ച പെണ്ണിന്റെ തന്തയുടെ മൊഴിയാണ് പ്രധാനം. വേറെ 2000 രൂപയെ വയ്ക്കുന്നുള്ളൂ. അത് തരാൻ മനസ്സില്ലെങ്കിലേ ഞങ്ങൾ ഡോക്ടർക്കെതിരെ മൊഴി കൊടുക്കും. ഒന്നേ ഞാൻ ഇപ്പൊ വരാം. ആ രൂപ ഞാൻ കൊടുത്തേക്കണം. അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് പണിക്കരമ്മാവ.
എന്തുവാകട്ടെ, സർക്കാർ വരെ കുഞ്ഞിനെതിരായില്ലേ, ഇനി ആ പെണ്ണിന്റെ തന്ത കൂടെ എതിരായാലോ? അയാൾ ചോദിച്ചു രൂപയും കൊടുത്തേക്കണം. ഞാൻ കൊടുക്കില്ല. കുഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇന്ന് വരെ 1 രൂപ പോലും ശമ്പളം വാങ്ങിച്ചിട്ടില്ല. എനിക്കിപ്പോ 2000 രൂപ വേണം. ഇപ്പൊ 2000 രൂപ കൊടുത്ത 10 ദിവസം കഴിയും മുമ്പ് അയാൾ ഇനിയും വരും. അത് അപ്പൊ നോക്കിക്കോളാം. ഇപ്പൊ 2000 രൂപ കൊടുക്കണം. ജോലി പോയാലും വലുതല്ലേ രൂപ. പണിക്കരം പോവനാണ് പറയുന്നത്. കൊടുക്കണം. കൊടുക്കണം. മമ്മിയുടെ തപ്പല മോളല്ലേ? അല്ല, ഡാഡിയുടെ. മമ്മിയുടെ. ബാല, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇനി വരൂ മോളെ, ഡാഡി എടുത്തിട്ട് കളിച്ചോളൂ. ബാലയുടെ പേരിൽ നടപടി സ്വീകരിച്ചതിൽ ഡോക്ടർമാർക്കും സ്റ്റാഫിനും കടുത്ത പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ജനാധിപത്യം വാഴ്ച നടത്തുകയല്ലേ. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊടുത്തതാണ് അബദ്ധമായത്. പറ്റിപ്പോയില്ലേ? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ബാലയ്ക്ക് അനുകൂലമായിരിക്കും. എനിക്ക് അതും വിശ്വാസമില്ല. എന്നെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ പറയുന്നത്? വീട്ടിലൊരു സ്വൈര്യവുമില്ല. സുഭയുടെ വീട്ടുകാരായാലും സഹതാപം പറയാനും ഭീഷണിപ്പെടുത്താനും വരുന്ന നാട്ടുകാരായാലും കൂടെ കൂടെ എന്നെ ശല്യപ്പെടുത്തുകയാണ്. കുറെ ദിവസത്തേക്ക് ഞാൻ ഇവിടെ താമസിക്കാൻ സുമിത്രേ. അത് വേണ്ട ബാലേ. ഓ, ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തിരിക്കുന്ന ഒരുവിളെ കൂടെ താമസിപ്പിക്കുന്നതിൽ വിഷമമുണ്ടല്ലേ? ഞാനത് ഓർത്തില്ല. നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജോലി പോയാലും നിന്നെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ പറ്റി ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിവിടെ അടുക്കളക്കാരികളെ പോലും നിർത്താറില്ല. എന്നെ വിശ്വാസമില്ലേ? ബാല എനിക്ക് വിശ്വാസമാണ്. എന്റെ ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ല. നിന്നോട് മര്യാദ കെട്ട ഒരു പെരുമാറ്റം ഉണ്ടായാൽ പോലും എനിക്കത് സഹിക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കാലഘട്ടനെ പറ്റി മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. എന്റെ സഹോദരൻ എന്നെ ജീവന് തുല്യ സ്നേഹമാണ്. അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കുരിശാണ്. എനിക്ക് ബാലേ, ഇന്ന് തന്നെ നാട്ടിൽ വരെ പോണം. നമ്പ്യാർ സാറിനെ കണ്ട് വിവരങ്ങൾ പറയണം. ഏതായാലും ബാല ഇപ്പൊ ഇങ്ങോട്ട് താമസം മാറ്റണ്ട. എനിക്കവിടെ ഒരു സ്വൈരവുമില്ല സാർ. ധൈര്യം വിടരുത്. അന്വേഷണവും കേസൊക്കെ വരട്ടെ. നമുക്കൊരു നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. ഞാൻ കൂടി കുറച്ചു ദിവസം അവിടെ വന്ന് താമസിക്കാം. അതാണ് ചാ നല്ലത്. ഇവിടെ പ്രിയ തനിച്ച് ആ സാരമില്ല ചേച്ചി. അടുത്ത വീട്ടിൽ ഒരു പ്രായമായ അമ്മയുണ്ട്. അവരിടോന്ന് കിടക്കും. തിലകനെ വിവരമറിയിക്കും. അത് വേണോ? വേണം. തിലകന് മാത്രം ഒരു തെറ്റിദ്ധാരണയും വരരുത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. മറ്റെന്തു വന്നാലും നമുക്ക് നേരിടാം. സാറ് പറയും പോലെ. നാളെ തന്നെ ബാല പോയിക്കോളൂ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് എത്രയും വേഗം ഞാൻ അവിടെ എത്തും. ചേച്ചി, എന്റെ ചേച്ചി കരയരുത്. ആ, കേറി വാ. കതവ് തുറന്നു കിടക്കുന്ന കണ്ടില്ലേ? കേറി വാ. ഓ, ഒരിടത്തൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും നാട്ടുകാർ സമ്മതിക്കില്ല. ആ, എന്താ? ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടർ ഇവിടെ ഇല്ല. വന്നിട്ട് കണ്ടോളാം. എന്തിനാ ഇപ്പൊ കാണുന്നത്? അമ്മാവന് നല്ല സുഖമില്ല. വെല്ലൂര് കൊണ്ടുപോകണം. ആ, ഉടനെ കൊണ്ടുപോകണം. 3000 രൂപയെങ്കിലും ഇല്ലാതെ വെല്ലൂര് പോയി ചികിത്സ കഴിഞ്ഞ് തിരിച്ചുവരാൻ ഒക്കെയില്ല. എങ്ങനെയെങ്കിലും രൂപ ഉണ്ടാക്കി കൊണ്ടുപോ. ഞാൻ കൊടുത്തിട്ടുണ്ടാക്കാനാ. പിന്നെ ആരുണ്ടാക്കണം? അമ്മാവന്റെ മോളെ കൊന്നവരുണ്ടാക്കി തരണം. അപ്പൊ താൻ പേടിപ്പിച്ച് കാശ് പിടുക്കാൻ നടക്കുന്നവനാണോ?
അമ്മാവന്റെ ആവശ്യത്തിനുള്ള രൂപ ഇടണം. തന്നില്ലെങ്കിലോ? പൊതുജനങ്ങളെ ഇടപെടും. പൊതുജനങ്ങളോട് സമാധാനം പറഞ്ഞോളാം. ഇപ്പൊ താൻ പോ. ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഡോക്ടർ നാട്ടിൽ പോയിരിക്കുക. വരട്ടെ. സപ്പോസ് 2 ദിവസം താമസിച്ചാലോ? താമസിക്കട്ടെ. വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സത്യാഗ്രഹമാണോ? ചിലപ്പോഴെങ്ങനെയൊക്കെ. ചേടാ, ഇതൊരു ഗ്രഹപ്പഴയായല്ലോ. പോകാനാ പറഞ്ഞത്? ഞാൻ പോകത്തില്ല. പോകത്തില്ലെന്നോ? എന്താ നോക്കി പേടിപ്പിക്കുകയാണോ? എന്നോട് നോക്ക്. ഞാൻ ഇച്ചിരി പ്രായമായി പോയെന്ന് വെച്ച് എന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അറിയാമോ? ഡോക്ടർ ബാലാദേവി ഒന്ന് കാണും. നാട്ടിൽ പോയിരിക്കുക. ആ രാമു അല്ലേ അത്? അതെ. അവൻ എന്തിനാ ഇവിടെ വന്നെ? കുഞ്ഞിനെ ഭയപ്പെടുത്തി രൂപ വാങ്ങിക്കാൻ. ഇപ്പൊ പണം ആവശ്യമായി. പിന്നെ വന്നിരിക്കുക. കുഞ്ഞിവിടെ പോ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലെന്നേ. പതിനെട്ട് ശല്യമായിരിക്കുക. താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഡോക്ടർ എന്ന കാരണം. അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓഹോ, അത്ര അത്യാവശ്യമാണോ? അപ്പൊ ഡോക്ടർ വരാതെ സാറ് പോകത്തില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോൻ പറയാൻ താനാരാ? ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. രാമുവിനെ ഇറക്കടാ. നീ പറഞ്ഞിട്ടില്ലടാ. ഈ വളർച്ച പോലെടാ. ഇനി പൊയ്ക്കോ. മനസ്സിലായല്ലോ. എന്റെ പേര് ജയമോഹൻ, അഡ്വക്കേറ്റ് ആണ്. ഡോക്ടർ ബാലാദേവി എപ്പോ വരുമെന്ന് അറിയാമോ? ഇന്ന് 2 മണിക്കൂർ ട്രെയിനിൽ വരും.